Which instrument is used to measure atmospheric pressure? Atmospheric pressure മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റിന്റെ പേരെന്താണ്? തെർമോമീറ്റർ, ബാരോമീറ്റർ, ഹൈഡ്രോമീറ്റർ, അനിമോമീറ്റർ. ഇതിൽ ഏതാണ് ആൻസർ ഒന്ന് പറഞ്ഞേ. അമലുമോൻ ഏതാണ് കൊടുത്തത്? അമലെ എ. അമലുമോൻ എ പറഞ്ഞു. ഓക്കെ, നമുക്ക് ഓപ്ഷൻ നോക്കാം. ഏതാ ശരി? എവ്യാവിൻ പറഞ്ഞത് ഡി ആണ്, അനിമോമീറ്റർ. തെറ്റാണ്. ഓക്കെ, ഇതിന് ശരി ഉത്തരം ഏതാണെന്നറിയോ? ഓപ്ഷൻ ബി ആണ് കേട്ടോ, ബാരോമീറ്റർ. നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അന്തരീക്ഷ മർദ്ദം അളക്കാനുള്ള സംഭവം എന്ന് പറയുന്നത് ഏതാണ്? ബാരോമീറ്റർ ആണ്. എവ്യാവിൻ തെറ്റിച്ചിട്ടുണ്ട്, അമല് മോനും തെറ്റിച്ചു. ഓക്കെ, കുഴപ്പമില്ല, ഇത് പഠിക്കാം, ഇപ്പൊ പഠിക്കത് നമുക്ക്. ആര്യൻ എന്താ പറഞ്ഞേ? ഓപ്ഷൻ സി, ആര്യനും തെറ്റിച്ചു. ദെൻ നമ്മുടെ രണ്ട് പെൺപുലികൾ ഒരാള് ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ, എലോനമോൾ പറഞ്ഞത് ശരിയാണ്, ഓപ്ഷൻ ബി ആണ്. ദെൻ അപർണിക ഓപ്ഷൻ ബി. ഓക്കെ, രണ്ടുപേരും ശരിയാക്കിയിട്ടുണ്ട്. എലോനും അപർണികയും ശരിയാക്കി, വെരി ഗുഡ്. ബാരോമീറ്റർ ആണ്. ഇപ്പൊ തെറ്റിക്കരുത്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതായത് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താണ്? ബാരോമീറ്റർ. ഈ ബാക്കി മൂന്നെണ്ണം നിങ്ങൾക്ക് അറിയോ? തെർമോമീറ്ററും ഹൈഡ്രോമീറ്ററും അനിമോമീറ്ററും എന്തിനാ യൂസ് ചെയ്യണേന്ന് എനിവൺ ആർക്കെങ്കിലും അറിയോ? നമ്മളിങ്ങനെ ഓരോന്ന് ഇതിന്റെ ഒപ്പം കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു പോവാം. അതാണ് ക്വിസ് കോമ്പറ്റീഷൻ വെക്കുന്നത് നിങ്ങൾക്ക്. തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തിനാ? തെർമോമീറ്റർ ടെമ്പറേച്ചർ അല്ലേ? ടെമ്പറേച്ചർ അളക്കാനുള്ളതാണ് തെർമോമീറ്റർ കേട്ടോ. പിന്നെ ഇത് വന്നാൽ തെറ്റിക്കരുത്. തെർമോമീറ്റർ എന്താണ്? ടെമ്പറേച്ചർ, ചൂട്. നമ്മൾ പനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നോക്കില്ലേ. ഹൈഡ്രോമീറ്റർ എന്താ? ഹൈഡ്രോമീറ്റർ വാട്ടറിന്റെ നോക്കാനല്ലേ? യെസ്, ലിക്വിഡ് വാട്ടർ. ഓക്കെ, ലിക്വിഡിന്റെ ഗ്രാവിറ്റി അല്ലെങ്കിൽ എന്താ പറയുക, ഡെൻസിറ്റി, അതൊക്കെ നോക്കാനുള്ളതാണ് ഏതെന്ന് പറയുന്നത്? ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ.